എന്നെക്കാളും ഇരട്ടിയായിട്ട് വളർന്നിട്ട് തൻ്റെ അവസാനത്തെ ഒരു വെണ്ടയ്ക്ക മാത്രമായിട്ട് നിൽക്കുകയാണ് ഈ വെണ്ടച്ചെടി. എത്ര വെണ്ടയ്ക്ക കിട്ടിയെന്ന് അറിയുമ്പോൾ ഞാനിതിൻ്റെ ഓരോ കായ്ത്തണ്ടുകൾ വീതം അങ്ങ് എണ്ണി. ഏകദേശം 35 കിട്ടിയിട്ടുണ്ട്. അടുത്ത് നിന്ന വഴുതനയിൽ നിന്ന് ഒരു വഴുതനങ്ങയും കിട്ടി. അങ്ങനെ വട്ടം കറങ്ങി ചോളത്തിൻ്റെ ചുവട്ടിലും എത്തി. ഓരോ ചോളച്ചെടിയിൽ നിന്നും ഓരോ ചോളക്കതിര് വീതമുണ്ട്. ഒന്നെങ്കിൽ ഒന്ന് ഉള്ളതായെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവിടെ നേരത്തെ തന്നെ ആയ ഒരു ചോളത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പുതിയ 2 കൂടി പുറത്തേക്ക് തിരിയിട്ട് വന്നിട്ടുണ്ട്. ഒന്നല്ല മൂന്നുമല്ല, അത് 4ാമതൊരെണ്ണം കൂടി താഴേന്ന് വരുന്നുണ്ട്. അങ്ങനെ എക്സൈറ്റ്മെൻറ്റ് മോഡൊക്കെ ഓണായി സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. പൊളിനേഷൻ നടക്കാനായിട്ട് പൂമ്പൊടിയില്ല. ചോളച്ചെടിയുടെ മുകളിലായിട്ട് നെൽക്കതിരൊക്കെ പോലെ കാണുന്ന ഇതിനെ ടാസൽ എന്നാണ് പറയുക. അതിലാണ് പൂമ്പൊടി ഉണ്ടാവുക. ചോളത്തിൻ്റെ സൈഡിൽ വരുന്ന ശരിക്കുള്ള ചോളക്കതിര് അല്ലെങ്കിൽ അതിനെ കോൺകോബ് എന്നാണ് പറയുന്നത്. അത് വിരിയുന്നതിന് 2-3 ദിവസം മുമ്പ് തന്നെ ഈ ടാസിൽ വിരിഞ്ഞിട്ട് പൂമ്പൊടി പുറത്തേക്ക് വിടും. അതങ്ങനെ കാറ്റത്ത് പറന്ന് വന്നിട്ട് ഈ കോൺകോബിന് മുകളിലുള്ള വള്ളി പോലുള്ള ഒരു കോൺ സിൽക്ക് എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ പുറത്ത് വീഴുമ്പോഴാണ് ശരിക്കും പരാഗണം നടക്കുന്നത്. എന്നാൽ മാത്രമേ ചോളമണികൾ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പം ആദ്യം ഉണ്ടായ ചോളം മൂക്കാറുമായി, അതുപോലെ പൂമ്പൊടിയുള്ള ടാസലാണെങ്കിൽ കരിഞ്ഞു പോയി. രണ്ടാമതുണ്ടായിട്ടുള്ള ചോളമെല്ലാം വെറുതെ ആയി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബേബിക്കോണിൻ്റെ കാര്യം ഓർത്തത്. കോൺകോബിന് പുറത്തേക്ക് സിൽക്ക് വന്ന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് പരാഗണം നടക്കുന്നതിന് മുമ്പ് തന്നെ പറിച്ചെടുക്കുന്ന ഈ ചെറിയ ചോളമാണ് ബേബിക്കോൺ. ഈ 2 ബേബിക്കോൺ ഇതിൽ നിന്ന് പറിച്ചെടുക്കുമ്പോഴാണ് വേറൊരു കാര്യം കണ്ടത്. ഇതാ വേറൊരാളും കൂടെ ഇതിൻ്റെ അടിയിൽ നിന്ന് പുറത്തേതായിട്ട് കിളുത്ത് വരുന്നുണ്ട്. ശരിക്കും ചോളത്തിന് വട്ടായി എന്ന് തോന്നേ. ഒരു ചോളത്തിൽ 5 ചോളം കതിരുണ്ടായിട്ടുണ്ട്. പച്ചയ്ക്ക് ഞാനിതൊന്ന് തിന്ന് നോക്കിയപ്പോൾ നമ്മൾ സാധാരണയായിട്ട് തെങ്ങ് മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ ഉള്ളിലെ കാമ്പ് നമ്മൾ തിന്നാറില്ലേ, അപ്പോൾ അതേപോലത്തെ ഒരു ചെറിയ മധുരവും അങ്ങനത്തെ ഒരു ടെക്സ്ചറൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബേബിക്കോൺ വെച്ചൊരു മസാല മെഴുക്കുരട്ടി ഉണ്ടാക്കി ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചു.